Meet the editors. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ബി.ജെ.പി. നരേന്ദ്രമോദി വാരാണസിയിലും അമിത്ഷാ ഗാന്ധിനഗറിലും മത്സരിക്കും. യുവാക്കൾക്കും വനിതകൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചു. उसमें माननीय प्रधानमंत्री जी वाराणसी से चुनाव लड़ेंगे. വാരണാസിയിൽ മൂന്നാം വട്ടവും നരേന്ദ്രമോദി, ലക്നൌവിൽ രാജ്നാഥ് സിംഗ്, അമേഠിയിൽ സ്മൃതി ഇറാനി. 34 കേന്ദ്രമന്ത്രിമാരും 2 മുൻ മുഖ്യമന്ത്രിമാരും അടക്കം 195 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ബി.ജെ.പി. പുറത്തിറക്കിയത്. 370 സീറ്റ് ലക്ഷ്യം വെച്ചുള്ള പട്ടികയിൽ 28 വനിതകളും 47 യുവജനങ്ങളും 18 ഗോത്രവിഭാഗങ്ങളിൽ നിന്നുള്ളവരും ഉണ്ട്. സർബാനന്ദ സോനോവാൾ ദിബ്രുഗഡ്, കിരൺ റിജിജു അരുണാചൽ വെസ്റ്റ്, സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് ന്യൂദില്ലി, ജ്യോതിരാദിത്യ സിന്ധ്യ ഗുണ, ശിവരാജ് സിംഗ് ചൗഹാൻ വിഡിഷ എന്നിങ്ങനെ പോകുന്നു മറ്റ് സ്ഥാനാർത്ഥികൾ. ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശിൽ നിന്നാണ്. പശ്ചിമബംഗാളിലെ 20 മണ്ഡലങ്ങളിലെയും മധ്യപ്രദേശിലെ 24 മണ്ഡലങ്ങളിലെയും ജമ്മു കാശ്മീരിലെ 2 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചു. ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എത്തിയതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ മുതൽ ചൂടുപിടിക്കും. ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് പ്രചാരണമാക്കുമ്പോൾ പിന്നാക്ക വിഭാഗങ്ങൾക്ക് 57% സംവരണമാണ് ആദ്യ പട്ടികയിൽ ബി.ജെ.പി. നൽകിയത്. ദക്ഷിണേന്ത്യയിൽ മോദി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം ഇപ്പോഴും പാർട്ടി പ്രഖ്യാപിച്ചിട്ടുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി. പട്ടിക ഞെട്ടിച്ചു എന്നതാണ് ചോദ്യം. സുജിയ, ബി.ജെ.പിയുടെ ആദ്യഘട്ട പട്ടിക ഞെട്ടിക്കുന്ന പട്ടികയാണോ? ഞെട്ടലുണ്ടാവേണ്ട കാര്യമില്ല. ബി.ജെ.പി. എന്ന പാർട്ടിയുടെ നയവും നിലപാടും എന്താണ് എന്ന് വ്യക്തമാക്കുന്ന വനിതാ സംവരണ നിയമം നടപ്പാക്കുന്നതിന് മുൻകൈയെടുത്ത ഒരു പാർട്ടിയിൽ നിന്ന് സ്ത്രീകളെ കൂടുതലായി മത്സര രംഗത്തേക്ക് ഇക്കുറി തന്നെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പട്ടിക വരുമ്പോൾ അതിൽ ഒരു ഞെട്ടലുണ്ടാവേണ്ട കാര്യമില്ല. പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. പിന്നെ മാധ്യമങ്ങൾ പ്രവചിച്ച പേരുകളല്ല വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് പ്രവചിച്ചവർക്ക് ചിലപ്പോൾ ഒരു ഞെട്ടലുണ്ടാകും എന്ന് മാത്രം. കൃത്യമായ സ്ഥാനാർത്ഥികളുടെ ഓരോ മണ്ഡലങ്ങളുടെയും അവരുടെ യോജിക്കുന്നതാണോ, അങ്ങനെ പല ഘടകങ്ങൾ, അതുപോലെ തന്നെ സാമുദായിക പ്രാതിനിധ്യം, വിവിധ വിഭാഗങ്ങൾക്കുള്ള പ്രാതിനിധ്യം എല്ലാം ഉണ്ണിസാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻക്ലൂസീവായി ഒരു പട്ടികയാണ് ബി.ജെ.പി. ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയിരിക്കുന്നത്. 195 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ 28 വനിതകളാണ് ഈ പട്ടികയിലുള്ളത്. 47 പേർ 50 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. യുവാക്കൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കിയിരിക്കുന്നു. 4 ജാതികളാണ് ഉള്ളത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വനിതകൾ, യുവാക്കൾ, താഴേക്കിടയിൽപ്പെട്ടവർ, അങ്ങനെ 4 വിഭാഗത്തിനും കൃത്യമായ പരിഗണന അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. 18 പട്ടിക വർഗ്ഗക്കാരുണ്ട്, 27 പട്ടികജാതി വിഭാഗക്കാർ, 57 OBC പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 12 ഇടങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. BDJS-മായുള്ള സീറ്റ് ധാരണയുണ്ട്. അത് കഴിച്ചിട്ടുള്ള ബാക്കി സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ളത് അടുത്ത ദിവസങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നോക്കൂ, പരിചയസം രാജശേഖരനാണോ എന്നൊക്കെയാണ് മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ഇടം പിടിക്കുന്നു. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തിയ ബി.ജെ.പിയുടെ ദേശീയ വക്താവും സെക്രട്ടറിയുമായ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു. ഒപ്പം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തന്നെയാണ് മത്സരിക്കുക എന്നതും വ്യക്തമാകുന്നു. അദ്ദേഹം ബംഗളൂരുവിലേക്ക് പോകുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളെല്ലാം ഇതോടുകൂടി അവസാനിക്കുകയാണ്. തിരുവനന്തപുരം സീറ്റ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കുമ്മനം രാജശേഖരൻ, അതുപോലെ തന്നെ ഒ രാജഗോപാലൊക്കെ വലിയ രീതിയിൽ അവിടെ വോട്ട് ഉയർത്തിയിട്ടുള്ളതാണ്. നിലവിലെ കേന്ദ്രമന്ത്രിയാണ് രാജീവ് ചന്ദ്രശേഖർ. ഒപ്പം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്നതിന് അപ്പുറം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇനി പ്രവർത്തിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശശി തരൂർ, പന്ന്യൻ രവീന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, കൃത്യമായ ഒരു ത്രികോണ മത്സരം ഇക്കുറിയും തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അവിടെ അധികാരത്തിലെത്തിയാൽ കേന്ദ്രമന്ത്രി സ്ഥാനം, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. NDAയുടെ വൈസ് ചെയർമാനാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നല്ല ഒരു മത്സരം ഉറപ്പിക്കുന്നു. വി മുരളീധരന്റെ പേര് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. ആറ്റിങ്ങലിൽ വി മുരളീധരൻ തന്നെയാണ് മത്സരിക്കുക എന്നത്. കാരണം നേരത്തെ തന്നെ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തനം തുടങ്ങി. അവിടെ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. 2 ലക്ഷത്തിലേറെ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കിട്ടിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് തന്നെ അവിടെയും അവർക്ക് വലിയ പ്രതീക്ഷയാണ്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ആന്റോ ആന്റണിയോട് ഒപ്പം ഡോക്ടർ TM തോമസ് ഐസക്കിനോടും ഏറ്റുമുട്ടാൻ പത്തനംതിട്ടയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമാക്കി പത്തനംതിട്ടയിലെ രാഷ്ട്രീയ മത്സരത്തെ മാറ്റുന്നത്. ബി.ജെ.പിയുടെ ദേശീയ സെക്രട്ടറി നേരത്തെ AICCയുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ദേശീയ കോർഡിനേറ്റർ ആയിരുന്നു. അപ്പോൾ അത് വിട്ടിട്ടാണ് അനിൽ ആന്റണി ഇങ്ങോട്ടേക്ക് വന്നത്. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിലുമൊക്കെ അനിൽ ആന്റണിക്ക് നിരവധി സുഹൃത്തുക്കളുണ്ട്. പത്തനംതിട്ട അനിൽ ആന്റണിക്ക് അറിയാത്ത സ്ഥലവുമല്ല. അപ്പോൾ അനിൽ ആന്റണിയും അവിടെ
കൃത്യമായി ഒരു മത്സരം കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ്. പത്തനംതിട്ടയും കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ഉയർത്തിയ വോട്ടുകൾ, ആ വോട്ടുകൾ അതേപടി അവിടെ നിലനിൽക്കുകയാണെങ്കിൽ അതിനോടൊപ്പം കൂടുതലായി വോട്ട് പിടിക്കാൻ, പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകൾ കൂടുതലായി എത്തിക്കാൻ അനിൽ ആന്റണിക്ക് കഴിഞ്ഞാൽ അവിടെയും വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. ആറ്റിങ്ങലിൽ വലിയ മുന്നേറ്റം നടത്തിയ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കും എന്നുള്ളത് മാധ്യമങ്ങളിലൊന്നും അങ്ങനെ വാർത്ത വന്ന് ഞാൻ കണ്ടിരുന്നില്ല. ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വയനാട്, കോഴിക്കോട് അങ്ങനെയൊക്കെയായിരുന്നു കേട്ടിരുന്നതെങ്കിലും ഇപ്പോൾ ആലപ്പുഴ സീറ്റിലേക്ക് ഘട്ടം ഘട്ടമായി ബിജെപി വോട്ട് ഉയർത്തുന്ന മണ്ഡലമാണ് ആലപ്പുഴ. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വരുന്നതോടുകൂടി ആലപ്പുഴയിൽ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങുകയാണ്. 2009 മുതൽ കൃത്യമായി വോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ. പാലക്കാട്ട് നിയമസഭയിലേക്ക് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അവിടെ 2ാം സ്ഥാനത്തെത്തി. കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ അങ്ങനെ എല്ലായിടത്തും കൃത്യമായി വോട്ട് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ക്രൗഡ് പുള്ളറായ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ കാണിച്ചാലും അതിശയിക്കേണ്ടതില്ല. പ്രത്യേകിച്ചും 2 അക്കം കടക്കുമെന്നൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ചിട്ട് പോയത്. പിന്നെ തൃശ്ശൂരിന്റെ കാര്യം പറയേണ്ടതില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കുറെ കാലമായി അനൌദ്യോഗികമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ ഔദ്യോഗികമായിരിക്കുന്നു. 2019 മത്സരിച്ചപ്പോൾ തൊട്ടു മുൻപത്തെ വർഷത്തെക്കാളും 1,90,000-ഓളം വോട്ടുകൾ അധികമായി നേടിയതാണ്. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. സി കൃഷ്ണകുമാറിന്റെ പേര് നമ്മൾ നേരത്തെ തന്നെ കേട്ടിരുന്നതാണ്. വനിതാ മുഖങ്ങൾ, അതിൽ എടുത്തു പറയേണ്ട ഒരാൾ കാസർഗോഡ് മത്സരിക്കുന്ന അശ്വനിയാണ്, ML അശ്വനി. ML അശ്വനി ഈ മഹിളാ മോർച്ചയുടെ പ്രവർത്തനത്തിലൂടെയൊക്കെ ശ്രദ്ധേയയായ ഒരു നേതാവാണ്. കാസർഗോട്ട് വളരെ പരിചിതയാണ്. അവിടെ മണ്ഡലത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുന്ന അശ്വിനി ഇത്തവണ നല്ല ഒരു മത്സരം കാഴ്ചവെക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വനിതാ സ്ഥാനാർത്ഥിയായി വരുന്നത് നിവേദിത സുബ്രഹ്മണ്യനാണ്, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. അപ്പോൾ കൃത്യമായി സ്ത്രീകൾക്ക് പേരിൽ മാത്രമല്ല, ഈ പട്ടിക എടുത്തു നോക്കൂ, 12 പേരിൽ 3 പേർ കൃത്യമായി സ്ത്രീകളാണ്. സ്ത്രീകളെ മത്സരിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനം തന്നെ ഒരു പാർട്ടി എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 12 സീറ്റുകളിലേത് മാത്രമാണ് അവർ സ്ഥാനാർത്ഥികളെ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 പേർ സ്ത്രീകളാണ് എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മറ്റു മുന്നണികൾക്ക് മുന്നിലേക്ക് ഒരു വോട്ട് വിഷയമായി തന്നെ മാറുന്ന കാര്യമാണ്. കാരണം പറയുന്നതും പ്രവൃത്തിയും ഒന്നാണ് എന്ന് തെളിയിക്കുന്ന ഒരു പട്ടിക എന്ന് വേണം കരുതാൻ. ഉണ്ണിസാറിന്റെ ഭാഷ ഒന്നുകൂടി എടുക്കുകയാണ്. ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇത്തവണ ബിജെപി ഇറക്കിയിരിക്കുന്നത്. 195 ആയിട്ടുള്ളൂ, ബാക്കി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഈ ഞാനാണോ പറയണ്ടത്? അതെ അതെ, കടമെടുത്ത സ്ഥിതിക്ക് തിരിച്ചു കിട്ടുമെന്ന്. ഞാൻ ഇതിനകത്ത് സുജയ 195 സീറ്റുകളെ കുറിച്ചാണ് സംസാരിച്ചത്. അതിനകത്ത് ഇൻക്ലൂസീവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് OBC പ്രാതിനിധ്യം, SC/ST പ്രാതിനിധ്യം എന്നിവയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ സ്ത്രീ പ്രാതിനിധ്യം, നിശ്ചയമായും യുവാക്കളുടെ പ്രാതിനിധ്യം, ഇതൊക്കെ സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്നെ ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടികകളിൽ ഈ പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിപ്പം 60% OBC ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനിപ്പം ഒരു കാസ്റ്റ് സെൻസസ് നടത്തുകയാണെങ്കിൽ 70-75% വരെ വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രാതിനിധ്യം ആ വിഭാഗത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നൽകേണ്ടി വരും. മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പറയുന്നത് ഞാനൊരു OBC ആണ് എന്നാണല്ലോ. അതേപോലെ തന്നെയാണ് SC/ST വോട്ട്. അത് 80ഓളം സംവരണ മണ്ഡലങ്ങളുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മ. അതിൽ തന്നെ ഏറ്റവും മികച്ച വിജയം കഴിഞ്ഞ പ്രാവശ്യം നേടിയത് BJP ആണ്. അപ്പോൾ ആ വിഭാഗത്തെയും ഒരു കാലത്ത് ആ സീറ്റുകളെല്ലാം അടക്കി പിടിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ അവിടെ വലിയൊരു മുന്നേറ്റം BJP ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വിഭാഗങ്ങൾക്കൊക്കെ പ്രാതിനിധ്യം സ്വാഭാവികമായും കൊടുക്കണം. പിന്നെ നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ 33% സംവരണത്തിലേക്ക് പോകുമ്പം അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആദ്യം തന്നെ അത് അവർ കാണിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഒക്കെ സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു പിന്തുണ BJPക്ക് കിട്ടിയെന്നുള്ളതൊരു വസ്തുതയാണല്ലോ. കർണാടകയിൽ അത് ലഭിച്ചിട്ടുമില്ല. എങ്കിൽ കൂടിയും അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വോട്ടർമാരും വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിലൊക്കെ ഇൻക്ലൂസീവ് ആണ് എന്ന് പറയാം. ഇൻക്ലൂസീവ് ആകുക എന്ന് നമ്മൾ പറയുന്നതിന് ഞാൻ അതിനൊരു രാഷ്ട്രീയ അർത്ഥം കൂടി കൊടുക്കാറുണ്ട്. അതിവിടെ ഒരു വാക്കായി വന്നതുകൊണ്ട് വിശദീകരിക്കേണ്ടി വരുന്നതാണ്. ഇൻക്ലൂസീവ് ആകുക എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥരെ നമ്മളെപ്രകാരം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇപ്പോൾ BJPയുടെ ഒരു ഹിന്ദുത്വ അജണ്ടയാണെന്നും അത് ആൻറ്റി മുസ്ലിമാണ് എന്നുമുള്ള വലിയൊരു പിന്നെ വ്യാഖ്യാനവും നറേഷനും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് ആ വിഭാഗത്തോടുള്ള തങ്ങളുടെ സമീപനം എന്താണ് എന്ന് BJP വ്യക്തമാക്കേണ്ടതുണ്ട്. മതേതരമായ ഒരു മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പിന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുക്കുമ്പോൾ മലപ്പുറത്ത് അബ്ദുൽ സലാം ഉണ്ട് കേട്ടോ. ഇനി ഒരുപക്ഷെ വയനാട്ടിൽ സീറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, വേണമെങ്കിൽ അബ്ദുൾ കുട്ടി അവിടെ മത്സരിക്കാൻ വരാം. പക്ഷേ വിജയസാധ്യതയുള്ള എത്ര മണ്ഡലങ്ങളിലേക്ക് ഇത്തരം ആളുകളെ BJP അണിനിരത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ അർത്ഥത്തിലാണ് പിന്നെ ഞാൻ ഈ ഇൻക്ലൂസീവ് ആയിരിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ OBC, SC/ST, വനിത,
യുവജന പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇൻക്ലൂസീവ്നെസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രഖ്യാപിക്കേണ്ടത്. ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരും, കേരളത്തിലേക്ക് വരുമ്പോൾ ഈ 12 സീറ്റുകളാണല്ലോ. 12 സീറ്റുകളിൽ ഏറിയും കുറഞ്ഞുമൊക്കെ നമ്മൾ ഞെട്ടിക്കുന്നൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പേരുകളാണ് ഈ പറയുന്ന ലിസ്റ്റിലെല്ലാം വന്നിരിക്കുന്നത്. അതിനകത്ത് പിന്നെ എന്താ പറയുക, ചില മണ്ഡലങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പത്തനംതിട്ടയിലും എറണാകുളത്തും അനിൽ ആൻ്റണിയെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അത് പത്തനംതിട്ടയിൽ ചിലപ്പം PC ജോർജ് മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനിൽ ആൻ്റണിയുടെ പേര് അവിടെ വന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ ഓഫ് കോഴ്സ് വടക്കൻ മേഖലയിലാണ്, വടക്കൻ ജില്ലകളിലാണ് അവരുടെ പേര് പറഞ്ഞു കേട്ടിരുന്നത്. അവർ ആലപ്പുഴയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സുജയ് ഇവിടെ പറഞ്ഞതുപോലെ ത്രികോണ മത്സരം നടക്കും. പക്ഷേ സുജയ് അതിനൊരു അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരുന്നു, ശക്തമായ ത്രികോണ മത്സരം. ശക്തമായ ത്രികോണ മത്സരം നടക്കും എന്ന് വിചാരിക്കാൻ എനിക്കൊരു താല്പര്യമില്ല. അതിനകത്ത് എൻ്റെ ഒരു രാഷ്ട്രീയമല്ല, എൻ്റെ ഡാറ്റയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ത്രികോണ മത്സരം നടക്കും. നാച്ചുറലി ഒരു മൂന്നാമത്തെ കക്ഷി തന്നെയാണ് കേരളത്തിൽ NDA, കേരളത്തിൽ BJP എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന 12 സീറ്റുകളിൽ ആകെപ്പാടെ 3 സീറ്റുകളിൽ ഒരു ഈ സിംഗിൾ ഡിജിറ്റാണ് അവിടുത്തേക്ക് ഈ പറയുന്ന വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണൂർ 6.56%, വടകരയിൽ 7.58%, മലപ്പുറത്ത് 6.27%. ആ അർത്ഥത്തിൽ ഈ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട 12 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ സിംഗിൾ ഡിജിറ്റാണ്. അതുകൊണ്ടൊരു ശക്തമായ ത്രികോണ മത്സരം ഈ 3 മണ്ഡലങ്ങളിൽ ഉണ്ടാകില്ല. ഇനിയിപ്പോൾ ഒരു 4 മണ്ഡലങ്ങളിൽ 20-ൽ താഴെയാണ് പിന്നെ പെർസെൻറ്റേജ്. അപ്പോഴും അതൊരു ഒരു നല്ല പെർസെൻറ്റേജ് ആണ് കേട്ടോ. ഇപ്പോൾ ആലപ്പുഴയിൽ 17% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കാസർഗോഡ് 16% ഉണ്ടായിരുന്നു, കോഴിക്കോട് 15% ഉണ്ടായിരുന്നു, പൊന്നാനിയിൽ 10.87% ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 4 മണ്ഡലങ്ങളിൽ ഏതാണ്ടൊരു 17%-ഓളം വോട്ടുകളുണ്ട്. എന്നാൽ ബാക്കി ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട 5 മണ്ഡലങ്ങൾ തൃശ്ശൂർ, തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട, ആറ്റിങ്ങൽ ഡെഫിനറ്റ്ലി BJPക്ക് വലിയ വോട്ട് പെർസെൻറ്റേജ് ഉള്ള 5 മണ്ഡലങ്ങളാണ്. അവർ തന്നെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന മണ്ഡലങ്ങളാണ്. അവിടെ പിന്നെ തിരുവനന്തപുരത്ത് 2ാം കക്ഷിയായിരുന്നു അല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും. രാജഗോപാൽ മത്സരിക്കുമ്പോഴും കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോഴും 30% മേളിൽ വോട്ട് പിടിച്ചുകൊണ്ട് 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം. ബാക്കി മണ്ഡലങ്ങളിൽ 3ാം സ്ഥാനത്താണെങ്കിലും ഇപ്പോൾ പത്തനംതിട്ടയാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത്. 29% പത്തനംതിട്ടയിൽ വോട്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 28% നേടിയ തൃശ്ശൂരാണ്. പിന്നെ കൃഷ്ണകുമാർ ഓഫ് കോഴ്സ് 22%-നടുത്ത് വോട്ട് പാലക്കാട് നേടിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ 24%-ആയിട്ട് അത് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് 5 മണ്ഡലങ്ങളിലാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രകാരം കടുത്ത മത്സരം നടക്കാനുള്ള സാധ്യത. ഇവിടെ ഒന്നും തന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ വിജയ സാധ്യതയും കാണുന്നത്. കാരണം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാൻഡിഡേറ്റ് പോലും ഈ 5 മണ്ഡലങ്ങളിലില്ല. ഇപ്പം പിന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായിരുന്നു. അവസാന നിമിഷമൊക്കെ നമുക്ക് ചെറിയ ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ സുരേഷ് ഗോപിയാണെന്നുള്ളത് എപ്പോഴേ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വമാണ്. പാലക്കാട് കൃഷ്ണകുമാർ എത്രയോ മുമ്പേ പ്രചരണം തുടങ്ങിയിരുന്നു. ആറ്റിങ്ങൽ V മുരളീധരൻ അവിടെ തന്നെ കേന്ദ്രീകരിച്ചാണ് വർക്ക് ചെയ്തിരുന്നത്. പത്തനംതിട്ടയാണ് ഓഫ് കോഴ്സ് അനിൽ ആൻ്റണി വരുന്നു എന്നുള്ള ഒരു വ്യത്യാസം വരുന്നത്. ഇവിടെയൊക്കെ തന്നെയും നല്ല മത്സരം BJP കാഴ്ചവെക്കും. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. കാരണം വെച്ചാൽ ഈ മണ്ഡലങ്ങളുടെ എല്ലാം ഡാറ്റ പരിശോധിക്കുമ്പോൾ എബവ് 10-13% വോട്ട് സമാഹരിക്കണം. ഏതാണ്ട് 13%-നടുത്ത് വോട്ട് സമാഹരിച്ചാൽ മാത്രമേ, അതായത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വോട്ടിൻ്റെ മുകളിൽ 13%-ഓളം വോട്ട് സമാഹരിക്കണം. അങ്ങനെ സമാഹരിക്കുമ്പോഴാണ് 1ാം സ്ഥാനത്തെത്തുക. അപ്പോൾ ആ ഒരു 13%-ഓളം വോട്ട് സമാഹരിക്കാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ കേരളത്തിൽ സാധ്യമാണോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പാണ് മോഡി പ്രഭാവത്തിൽ ഏറ്റവും ശക്തമായി നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അതിഗംഭീരമായിട്ടാണ് ഈ 5 മണ്ഡലങ്ങളിലും പിന്നെ NDAയും BJPയും പെർഫോം ചെയ്തിരിക്കുന്നത്. അതൊക്കെ തന്നെ അതിൻ്റെ പീക്കാണ് എന്ന് ഞാൻ കരുതുന്നു. ആ പീക്കിലെത്തിയിട്ടുണ്ട്. അതിനെ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യമാണോ എന്നുള്ളത് എനിക്ക് ആശങ്കയുണ്ട്. 2024 അക്കാര്യത്തിൽ ഒരു അത്ഭുതവും കാണിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, നികേഷ് കുമാർ. നോക്കൂ, ഇതിനകത്ത് 195 സ്ഥാനാർത്ഥികളാണ് ആദ്യ പട്ടികയിലുള്ളത്. അതിനകത്തുള്ള ഏക മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നാണ്, മലപ്പുറത്ത് നിന്നാണ്, ഡോക്ടർ അബ്ദുൽ സലാം. അപ്പോൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നുള്ള ഒരു ആശങ്ക വേണ്ട. ഒരുപക്ഷെ 543-ലും ഏക മുസ്ലിം സ്ഥാനാർത്ഥി അബ്ദുൽ സലാം ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനാണ് നേരത്തെ നമ്മുടെ സുജിയ പാർവതി ഇൻക്ലൂസീവ് എന്ന് വിളിച്ചത്. അതിനകത്ത് എപ്പോഴാണ് ഉണ്ണി ബാലകൃഷ്ണൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കിട്ടിയത് എന്നറിയില്ല. ഏതായാലും ഉണ്ണിയുടെ തലയിൽ തട്ടി അത് ഇൻക്ലൂസീവ് ആക്കി കളഞ്ഞു ഒരു സ്ഥാനാർത്ഥി മുസ്ലിം ആകുന്നതിന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 സിറ്റിംഗ് MP മാരെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ 195-ൽ തന്നെ.
പ്രധാനമായും ഈ മീനാക്ഷി ലേഖിയെ ഒഴിവാക്കി. മീനാക്ഷി ലേഖി ഓർമ്മയുണ്ടല്ലോ അല്ലേ? പാർലമെൻറ്റിൽ മിണ്ടാതിരുന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ED വരും എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയാണ്. ആ മീനാക്ഷി ലേഖി ഇവിടെ വന്ന് എല്ലാവരെ കൊണ്ട് ഭാരത് മാതാ ഭാരത് മാതാ കി ജയ് പഠിപ്പിച്ചു. അപ്പോൾ മീനാക്ഷി ലേഖിയെ ഒഴിവാക്കിക്കൊണ്ട് സുഷമ സ്വരാജിൻ്റെ മകൾ ബൻസുരി സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെറിയ ചില്ലറ മാറ്റങ്ങളുണ്ട്. ഏതായാലും 42 സിറ്റിംഗ് MPമാരെ തന്നെ 195 സീറ്റുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, നിങ്ങൾ ഞാനതിൻ്റെ ദേശീയ നിലവാരത്തിലേക്ക് പോകുന്നില്ല. കാരണം നമുക്ക് വിശദമായ വിവരങ്ങളൊക്കെ ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സുജിയ പറഞ്ഞ വേറൊരു കാര്യം പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ PC ജോർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാനത് എവിടെയോ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയ്ക്ക് അറിയുക പോലുമില്ല, പരിചയപ്പെടുത്തിയെടുക്കണം എന്നാണ്. അതിന് ഇരട്ടി ഓട്ടം ഓടേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ ഞാൻ സ്ഥാനാർത്ഥിയാകരുത് എന്ന് തുഷാർ വെള്ളാപ്പള്ളി തീരുമാനിച്ചു. തുഷാർ വെള്ളാപ്പള്ളി ആരാണെന്നറിയാമോ? NDAയുടെ ഇവിടുത്തെ കൺവീനറാണ്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി പിന്നെ അവരുടെ ഭാഗമല്ലല്ലോ. പിണറായി വിജയനും വെള്ളാപ്പള്ളിയും പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എന്ന NDA കൺവീനർ ഞാനിവിടെ മത്സരിക്കരുത് എന്ന് ആഗ്രഹിച്ചു. അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയിൽ അറിയുക പോലുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അടി പൊട്ടിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് എന്ന് മാത്രമേ ആ നിലയിൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. നോക്കൂ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എടുത്താൽ കാസർഗോഡ്, അവിടെ MV ബാലകൃഷ്ണനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള ഫൈറ്റാണ്. അവിടെ ML അശ്വിനി എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥിയാണ് വന്നിരിക്കുന്നത്. ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ്. അവർ അവിടെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ അംഗമാണ്. സ്വാഭാവികമായിട്ടും ഈ എപ്പോഴും നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ ഒരു മാർക്സിസ്റ്റ് വിരോധം രൂപം കൊള്ളുകയും UDFനോടൊപ്പം നിൽക്കാൻ ഒരു പരിധിവരെ BJP വോട്ടർമാർ തയ്യാറാവുകയും ചെയ്യും. പ്രത്യേകിച്ച് BJP അനുഭാവമുള്ള വോട്ടർമാർ തയ്യാറാവുകയും ചെയ്യും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ നില ഉണ്ടാകുമോ എന്നുള്ളൊരു പരിശോധന നടത്തിയാൽ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനെ ഉണ്ടാകാത്ത വിധത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താൻ BJP ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാസർഗോഡ് നമുക്കറിയാവുന്നതുപോലെ മഞ്ചേശ്വരവും കാസർഗോഡും 2 നിയമസഭാ മണ്ഡലം മാത്രമാണ് UDFന് അനുകൂലമായിട്ടുള്ളത്. അത് മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വത്തിലാണ്. പിന്നീട് ഉദുമയാണെങ്കിലും കാഞ്ഞങ്ങാടാണെങ്കിലും തൃക്കരിപ്പൂരാണെങ്കിലും പയ്യന്നൂരാണെങ്കിലും കല്യാശ്ശേരി ആണെങ്കിലും ഒക്കെ തന്നെയും LDFന് വലിയ അപ്രമാദിത്വമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ കാസർഗോഡിനുണ്ട് എന്ന് പറയുന്ന ഒരു കാസർഗോഡിന് LDFനുണ്ട് എന്ന് പറയുന്ന ഒരു അപ്രമാദിത്വം നിലനിർത്താൻ കഴിയും. പ്രത്യേകിച്ച് ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി സ്വാഭാവികമായും അല്ലെങ്കിൽ ഈ ML അശ്വിനി എന്ന് പറയുന്ന കാൻഡിഡേറ്റ് മഞ്ചേശ്വരവും കാസർഗോഡും നിന്നാണ് കൂടുതൽ വോട്ട്. കാരണം അവർക്കും അവിടെയാണ് വോട്ട് കൂടുതലുള്ളത്. ഉദുമയും ഇങ്ങോട്ടൊക്കെ വന്നാൽ അത്യാവശ്യം വോട്ട് ഉണ്ടെങ്കിൽ തന്നെയും മഞ്ചേശ്വരത്തും കാസർഗോഡുമാണ് വലിയ നിലയിൽ ഒരുപക്ഷെ ഒരു ത്രികോണ മത്സരത്തിനോട് അടുത്ത പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നത് ഈ 2 നിയമസഭാ മണ്ഡലത്തിലാണ്. ആ വോട്ടുകൾ BJPയുടെ സ്ഥാനാർത്ഥി കൊണ്ടുപോവുകയാണ് എങ്കിൽ കുറച്ചുകൂടി LDFനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ആകുന്നു എന്നുള്ളതാണ് കാസർഗോഡ് നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. തിരിച്ച് നമ്മൾ കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂരിലും K സുധാകരൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സഹപ്രവർത്തകനാണ് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. നോക്കുക, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ്റെ താല്പര്യപ്രകാരം പിണറായി വിജയനെതിരെ ഒരു അതിശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി വേണം എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് ധർമ്മടത്ത് നിയോഗിച്ച ആളാണ് ഇപ്പോൾ K സുധാകരൻ്റെ എതിരാളിയായി BJPയിൽ നിന്ന് വന്നിരിക്കുന്നത്. K സുധാകരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും BJPയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം RSS ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട്, അതുപോലെ തോന്നിയ BJP ചേരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ K സുധാകരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു മാത്രമല്ല പല ക്രിമിനൽ കേസുകളിലും K സുധാകരനും RSSകാരും ഒന്നിച്ച് പ്രതിയായിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ K സുധാകരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു RSS സ്പിൽ ഓവർ K സുധാകരന് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ സുധാകരൻ്റെ തന്നെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായതുകൊണ്ട് ഇനിയിപ്പോൾ C രഘുനാഥ് ആ നിലയിലൊരു വോട്ട് ചോർച്ച അനുവദിക്കുമോ? പ്രത്യേകിച്ച് അവർ ഈ അടുത്ത കാലത്താണല്ലോ സ്പ്ലിറ്റായിരിക്കുന്നത്. ഏറ്റവും അടുത്ത് നമ്മൾ സ്പ്ലിറ്റ് ആകുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വിരോധം ഉണ്ടാവുക. അപ്പോൾ C രഘുനാഥ് അങ്ങനെ ഒരു സ്പിൽ ഓവർ അനുവദിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. വടകരയിൽ നിലവിൽ K മുരളീധരനെതിരെ ഒരു BJP വികാരമുണ്ട്. കാരണം നേമത്ത് മത്സരിച്ച് കോൺഗ്രസിൻ്റെ വോട്ട് ചോർച്ച അടച്ച ആളാണ് K മുരളീധരൻ. വളരെ ധീരമായ ഒരു ശ്രമമാണ് K മുരളീധരൻ
മുരളീധരൻ കഴിഞ്ഞ തവണ നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പിണറായി വിജയനും CPM ആണ് നിയമത്തെ അക്കൗണ്ട് അടച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവകാശവാദം ഉന്നയിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അത് അടച്ചതിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം കെ മുരളീധരനാണ്. കാരണം അവിടുത്തെ കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് കൃത്യമായി ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ തടഞ്ഞ് അവിടെ ആ നിലയിലൊരു പ്രതികാരം മുരളീധരനെതിരെ ഉണ്ടാവുകയാണെങ്കിൽ അത് നിർഭാഗ്യകരമാണ്. പക്ഷേ BJP വോട്ട് അവിടെയും ഇപ്പം പ്രഫുൽ കൃഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തടയാൻ കഴിയുകയാണ് എങ്കിൽ വടകരയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാം. വളരെ പ്രധാനപ്പെട്ട മണ്ഡലം വരാൻ പോകുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് MK രാഘവൻ, കോഴിക്കോട് യഥാർത്ഥത്തിൽ CPMന് ആദ്യം കിട്ടേണ്ട മണ്ഡലമാണ്. പക്ഷേ അവിടെ ഒരു MK രാഘവൻ്റെ വ്യക്തിപ്രഭാവത്തിലാണ് കോഴിക്കോട് യഥാർത്ഥത്തിൽ ഈ LDFന് തുടർച്ചയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. MT രമേശ് തിരികെ വരുന്നു കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റമാണ്. 2009, 2014, 2019 ഈ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ MK രാഘവൻ വലിയ. ഈ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CK പത്മനാഭൻ എന്ന ഒരു എതിരാളിയാണ് പ്രധാനമായും BJPയിൽ നിന്ന് MK രാഘവനെ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീട് ബാക്കിയുള്ള 2 സ്ഥാനാർത്ഥികളും സ്വതവേ ദുർബലന്മാരായിരുന്നു. BJPയുടെ വോട്ടുകൾ MK രാഘവന് കിട്ടിയിട്ടുണ്ടാകണം എന്ന് വേണം കരുതാൻ. പക്ഷേ ഇത്തവണ MT രമേശ്, പ്രത്യേകിച്ച് MT രമേശ് ഈ K സുരേന്ദ്രനുമായിട്ടുള്ള മല്ലയുദ്ധത്തിനിടയിൽ ഏറ്റവും ഒടുവിൽ കൂടുതലായി കേന്ദ്രീകരിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ കോഴിക്കോട് MT രമേശ് മത്സരിക്കുകയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് മാത്രമല്ല MT രമേശ് 2004 കോഴിക്കോട് മത്സരിച്ചിട്ടുണ്ട്. അന്ന് 97,889 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 12.53% വോട്ട്, 2.33% വോട്ട് എക്സ്ട്രയാണ്. ആ തവണ MT രമേശിന് കൂടുതലായി ലഭിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതിന് മുമ്പുള്ള സ്ഥാനാർത്ഥിയേക്കാൾ. പിന്നെ അതിന് മുമ്പ് V മുരളീധരനായിരുന്നു. V മുരളീധരന് ഇത്ര വോട്ട് കിട്ടിയിട്ടില്ല, അത് കൂടുതൽ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ കാണേണ്ടത്. മലപ്പുറവും പൊന്നാനി നമുക്ക് തൽക്കാലം വിടാം, കാരണം അതൊരു ലീഗിൻ്റെ ഒരു പ്രഭാവത്തുണ്ട്. പൊന്നാനി ഇപ്പോഴും ഒരു മത്സര സാധ്യതയുണ്ടെന്നാണ്. പാലക്കാട് C കൃഷ്ണകുമാർ അതിശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ഒരുപക്ഷെ ത്രികോണ മത്സരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ലോക്കൽ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ C കൃഷ്ണകുമാറിൻ്റെ മത്സരത്തെ ഞാനൊരു ത്രികോണ മത്സരമായി തന്നെയാണ് കാണുക. ശോഭാ സുരേന്ദ്രൻ, നേരത്തെ സുജയ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് ഇവിടെ ആലപ്പുഴ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ശ്രീനിവാസൻ്റെ കൊലപാതകമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ധ്രുവീകരണം ഉണ്ടല്ലോ, ആ ധ്രുവീകരണം കൃത്യമായി വോട്ടാക്കി മാറ്റാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഞാൻ പോയിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഒരു സാധാരണ BJP വോട്ടുകൾ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് ഇത്ര 2 ലക്ഷത്തിന് മുകളിലേക്കൊക്കെ വോട്ട് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ V മുരളീധരന് ശരിക്കും പറഞ്ഞാൽ ഒരു താലത്തിൽ ആ മണ്ഡലം വെച്ചു കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതെ. അപ്പോൾ ആ നിലയിൽ വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന കാൻഡിഡേറ്റാണ് ശോഭാ സുരേന്ദ്രൻ. അത് ആലപ്പുഴയിൽ പ്രകടമാവുമെങ്കിൽ ആർക്ക് ഗുണം ചെയ്യുമെന്നറിയില്ല. കാരണം നമുക്ക് അറിയില്ല ആലപ്പുഴയിൽ ആരാണ് UDF സ്ഥാനാർത്ഥിയെന്ന്. കാരണം ഒരു മൈനോറിറ്റി കാൻഡിഡേറ്റ് ആയിരിക്കണം സ്വാഭാവികം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരു മൈനോറിറ്റി കാൻഡിഡേറ്റാണ് വരുന്നത്. അപ്പോൾ 2 മൈനോറിറ്റി കാൻഡിഡേറ്റും ഒരു ഹിന്ദു കാൻഡിഡേറ്റും വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ധ്രുവീകരണം ഏത് രീതിയിൽ ശോഭാ സുരേന്ദ്രൻ ഉപയോഗിക്കാൻ കഴിയും. പത്തനംതിട്ടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അനിൽ ആൻ്റണിക്കൊന്നും പ്രത്യേകിച്ചൊരു അനക്കം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്നൊരു കാൻഡിഡേറ്റായിട്ട് ഞാൻ അനിൽ ആൻ്റണിയെ കാണുന്നില്ല. തിരുവനന്തപുരത്ത് ഏതായാലും അനിശ്ചിതത്വം അവസാനിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ ഡിസ്റ്റൻറ്റ് തേർഡ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. 2ാം സ്ഥാനത്തേക്ക് എന്തായാലും പന്നിൻ രവീന്ദ്രൻ വരും എന്നുള്ള. അപ്പോൾ ലഭ്യമായിട്ടുള്ള നല്ല സ്ഥാനാർത്ഥികൾ തന്നെയാണ് യഥാർത്ഥത്തിൽ BJP നിർത്തിയിരിക്കുന്നത്. പിന്നെ തൃശ്ശൂർ, ഓഫ് കോഴ്സ് തൃശ്ശൂർ ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയും. സുരേഷ് ഗോപി 2ാം സ്ഥാനത്ത് വരുമോ, 1ാം സ്ഥാനത്ത് വരുമോ, 3ാം സ്ഥാനത്ത് വരുമോ എന്നുള്ളത് നമുക്ക് പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ മാത്രമല്ല. കാരണം വളരെ ഡ്രമാറ്റിക്കായി തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂടുപിടിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു ചലനമുണ്ടാക്കാൻ കഴിയുന്ന ആളാണ് സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപി എങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നു, ഏത് രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണം നീങ്ങുന്നു എന്നനുസരിച്ച് മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ പറയാൻ കഴിയുള്ളൂ. തിരുവനന്തപുരത്തൊന്നും പ്രത്യേകിച്ച് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ലഭ്യമായിട്ടുള്ള മികച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെയാണ് BJPയുടെ. അത് എപ്പോഴും LDFനാണ് ഗുണം ചെയ്യുക. കാരണം BJPയുടെ വോട്ടുകൾ BJPയുടെ പെട്ടിയിൽ വീഴണമേ എന്നാണ് 140 നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ LDF സ്ഥാനാർത്ഥികളും ആഗ്രഹിക്കാറുള്ളത്. 20 ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ LDF സ്ഥാനാർത്ഥികളും ആഗ്രഹിക്കാറുള്ളത്. അപ്പോൾ ലഭ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളുള്ളതുകൊണ്ട് ഇന്നിപ്പം ഒരു മന്ദഹാസം യഥാർത്ഥത്തിൽ LDF കാൻഡിഡേറ്റ്സിൻ്റെ ഭാഗത്തുനിന്നായിരിക്കും. എന്തായാലും പട്ടിക ഞെട്ടിച്ചിട്ടില്ല, എല്ലാവരും ആ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഞെട്ടിക്കുകയല്ല, പക്ഷേ ചില സർപ്രൈസുകൾ, അപ്രതീക്ഷിതമായ ചില സ്ഥാനാർത്ഥികൾ, ചില മണ്ഡലങ്ങൾ എന്ന രീതിയിൽ അതിനെ കാണേണ്ടി വരും. BJP എല്ലാ കാലത്തും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, വനിതകളെ കൂടുതലായി
സ്ഥാനാർത്ഥികളായി കൊണ്ടുവരികയും വനിതകൾക്ക് നല്ല വകുപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് BJP എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന അനിൽ ആന്റണി KPCC ഡിജിറ്റൽ മീഡിയ കൺവീനറായിരുന്ന വ്യക്തിയാണ്. AK ആന്റണിയുടെ മകൻ എന്ന കൗതുകം അവിടെ നിൽക്കുന്നു. ഈ BBC ഡോക്യുമെന്ററി ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ പ്രദർശന വിവാദവുമായി ബന്ധപ്പെട്ട് മോദിക്ക് അനുകൂലമായി നടത്തിയ ആ പ്രതികരണമാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനാർത്ഥിത്വം നൽകിയെന്ന് വേണം കരുതാൻ. അങ്ങനെ ആ രൂപത്തിൽ അത് ചർച്ചയാകുന്നത് BJP ദേശീയ സെക്രട്ടറിയാണ്. ആണ്. അതൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അദ്ദേഹം എത്രത്തോളം സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നു എന്ന്, ഏതൊക്കെ വിഷയങ്ങൾ കൃത്യമായി ഉന്നയിക്കാൻ കഴിയുന്നു എന്നൊക്കെയുള്ള ഒരു ചോദ്യമായി അവിടെ നിൽക്കുന്നു. ഏതായാലും ശോഭാ സുരേന്ദ്രൻ ഈ ആറ്റിങ്ങലിൽ വലിയ തോതിൽ വോട്ട് ഉയർത്താൻ കഴിഞ്ഞ ശോഭയ്ക്ക് എന്തുകൊണ്ട് ഒരു A ക്ലാസ് മണ്ഡലം കൊടുത്തില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ഈ പറഞ്ഞ രഞ്ജിത്ത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിഷയം അത് നന്നായി തന്നെ വോട്ടാക്കി മാറ്റാം എന്ന ഉദ്ദേശത്തോടു കൂടി ശോഭയെ കൊണ്ടുവന്നു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. ഏതായാലും സംസ്ഥാന ഘടകത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ചേരികളിൽ നിൽക്കുന്ന നേതാക്കളെ ഉൾക്കൊള്ളുന്നു എന്നുള്ള ഒരു കൗതുകമുണ്ട്. അത് ഇപ്പോൾ ശോഭയുടെ കാര്യത്തിൽ ആയാലും ശരി, MT രമേശിൻ്റെ കാര്യത്തിലായാലും ശരി, അവർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ K സുരേന്ദ്രൻ പത്തനംതിട്ട ആഗ്രഹിച്ചിരുന്നു എന്നൊരു സൂചന നേരത്തെ കിട്ടിയിരുന്നു. പക്ഷേ അറിയില്ല, അപ്പോൾ അത് വേറെ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ PC ജോർജിൽ താല്പര്യമില്ല സംസ്ഥാന ഘടകത്തിന് എന്നുള്ള കാര്യവും നമ്മൾ നേരത്തെ കണ്ടതാണ്. അദ്ദേഹം നേരെ ദേശീയ തലത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടാണ് പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുമില്ല. നഡ്ഡയാണ് മെമ്പർഷിപ്പ് കൊടുത്തത്. അപ്പോൾ എന്തായാലും PC ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഓടി നടന്ന് വോട്ട് പിടിക്കേണ്ടി വരും, പരിചയപ്പെടുത്തേണ്ടി വരും എന്ന് പറയുമ്പോൾ അങ്ങനെ പരിചയപ്പെടുത്താനും ഓടി നടക്കാനും PC ജോർജ് ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ ഒരു രാഷ്ട്രീയ കൗതുകമായി നിൽക്കുന്നു. ഈ പറഞ്ഞ പോലെ ഡോക്ടർ അബ്ദുൾ സലാം എന്നൊരു സ്ഥാനാർത്ഥി, അത് മലപ്പുറത്താണ്, മലപ്പുറത്തൊരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്നുള്ളത് കൊണ്ട് ഒരു പേര് വന്നിരിക്കുന്നു എന്നതിലപ്പുറം അതിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത പട്ടിക വരുമ്പോൾ മോദി ഒരു സ്ഥലത്ത് മാത്രമാണോ, അല്ലേ, വാരണാസിയിൽ മാത്രമാണോ എന്നുള്ള സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കുന്നൊക്കെയാണല്ലോ അതെ, പറയുന്നത്. ദക്ഷിണേന്ത്യയിലാണെങ്കിൽ എവിടെ രാമനാഥപുരത്തേക്ക് എത്തുമോ, അങ്ങനെയാണെങ്കിൽ അതിനു പിന്നിലെ രാഷ്ട്രീയം. ഇപ്പോൾ ശ്രീരാമ ക്ഷേത്രങ്ങൾ തോറുമുള്ള അദ്ദേഹത്തിൻ്റെ സഞ്ചാരം, അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുൻപ് അദ്ദേഹം പോയ ഒരു സ്ഥലം കൂടിയാണ് രാമനാഥപുരം. അവിടെ ലീഗാണ് മത്സരിക്കുന്നത്, ലീഗ് ജയിക്കുന്ന മണ്ഡലം. അപ്പോൾ ലീഗിനെ തോൽപ്പിക്കാനുള്ള വരവാണോ, അപ്പോൾ ന്യൂനപക്ഷത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എന്ത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പറയാറായിട്ടില്ല, അടുത്ത ഘട്ടത്തിൽ അത് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഇൻക്ലൂസീവ് എന്നുള്ള വാക്ക് പൂർണ്ണാർത്ഥത്തിൽ പ്രയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഇനിയും ആയിട്ടില്ല. ഈ അഭ്യൂഹമാണ് കേട്ടോ ഈ രാമനാഥപുരത്ത് മത്സരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ പക്ഷേ എവിടെയെങ്കിലും എന്നുള്ളൊരു ആലോചന, ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് മത്സരങ്ങളൊക്കെ നോക്കിക്കോളൂ. വളരെ ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ മാത്രമേ നരേന്ദ്രമോദി മത്സരിച്ചിട്ടുള്ളൂ. അത് അദ്ദേഹം 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയ സമയത്തും അതെ, പിന്നീട് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വഡോദരയിൽ മത്സരിച്ചപ്പോഴപ്പോൾ അതെ, വഡോദര കഴിഞ്ഞ് പിന്നെ വാരണസിയിൽ മത്സരിച്ചപ്പോഴും അതെ, വാരണസിയിൽ മാത്രം മത്സരിച്ചപ്പോഴും അതെ. അങ്ങനെ ഒരു തോൽക്കുന്ന മണ്ഡലത്തിലോ അല്ലെങ്കിൽ വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലോ ഒന്നും നരേന്ദ്രമോദി വന്ന് മത്സരിക്കുന്നവരല്ല. പക്ഷേ കർണാടകത്തിലുള്ള അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോരുത്. മാത്രമല്ല BJPയുടെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്, അവർ ലക്ഷ്യം വെക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ആ ലക്ഷ്യം വെക്കേണ്ട കാര്യം തെക്കേ ഇന്ത്യ തന്നെയാണ്. ഒരു സംശയമുണ്ട്. അപ്പോൾ പട്ടിക ഞെട്ടിച്ചു എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ആരെയും ഞെട്ടിച്ചിട്ടില്ല, 4 പേരും നോ എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.